ഒന്ന് എണീറ്റേ. നല്ല വേദനയാ? ആ, ഒന്ന് ശ്രമിച്ചു നോക്കിയേ. വേദനയാ? പറ്റുന്നില്ല. ഹലോ എവരിവൺ, വെൽക്കം ടു SPS. നമ്മൾ ഇന്ന് കണ്ട വീഡിയോയിൽ ആ പേഷ്യന്റ് നടക്കുന്നത് നിങ്ങൾ കണ്ടില്ല, ആ പാറ്റേൺ ഓഫ് വാക്കിംഗ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? നടുവേദന ഉണ്ടെങ്കിലും കൈകൾ രണ്ടും പുറകിലേക്ക് കുത്തി വെച്ച് സപ്പോർട്ട് ചെയ്തിട്ടാണ് നടക്കുന്നത്. പുറകെ ഞാനും അദ്ദേഹത്തിന് അസിസ്റ്റ് ചെയ്ത് നടക്കാൻ കാണാം അല്ലേ. ഇത് പലപ്പോഴും ബാക്ക് പെയിൻ വരുന്ന ആളുകൾ ഡിഫറെന്റ് ആയിട്ടാണ് അവരുടെ സിംറ്റംസ് കാണുന്നത്. ചില ആളുകൾ മുന്നോട്ട് ബെൻഡ് ആയിട്ട് വരുന്നത്, നിങ്ങൾ SPS വീഡിയോസ് കഴിഞ്ഞ വീഡിയോസ് കണ്ടിട്ടോ, ചില ആളുകൾ കുനിഞ്ഞിട്ടാണ് ബാക്ക് പെയിൻ നല്ല പെയിൻ ആണ്. ചില ആളുകൾ സ്ട്രക്ചറിൽ എടുത്തിട്ടോ അല്ലെങ്കിൽ വീൽ ചെയറിലൊക്കെ കൊണ്ടുവരുന്നത് കാണാം. ഈ വാക്കിംഗ് തന്നെയാണെങ്കിൽ ചില ആളുകൾക്ക് സൈഡിലേക്ക് ബെൻഡായി നിൽക്കുന്നത് കാണാം, ചില ആളുകൾ മുന്നോട്ടാണെങ്കിൽ ചില ആളുകൾ പുറകിലേക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് നടക്കുന്നതായിട്ട് കാണാം അല്ലേ. ഇനി ഇവിടെ എന്തുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്? ഇവിടെ നെർവ് ഇറിറ്റേഷൻ അല്ലെങ്കിൽ നെർവ് ട്രിഗേർഡ് ആണ്. നെർവിന്റെ മുകളിൽ നല്ല കംപ്രഷൻ വന്നിട്ടുണ്ട്. MRIയിൽ നമുക്ക് എന്താ കാണുന്നത്? ഡിസ്ക് പ്രിലാപ്സും, ആ പ്രിലാപ്സ് വന്നതിന് ശേഷം ന്യൂറൽ ഫ്രാമിന, അതായത് ഞരമ്പ് പുറത്തേക്ക് വരുന്ന ഹോളുകളെയാണ് ന്യൂറൽ ഫ്രാമിന എന്ന് പറയുന്നത്. അതിലേക്ക് വന്ന് അമർന്നിരുന്ന് ഞരമ്പുകൾ ടൈറ്റ് ആകുമ്പോഴാണ് നമുക്ക് ഈ പെയിനുകൾ വരുന്നത്. ഇതിപ്പോ ഈ വീഡിയോ കാണുമ്പോൾ ഈ ഓൾറെഡി ബാക്ക് പെയിൻ വന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഇപ്പൊ ബാക്ക് പെയിൻ ഉള്ള ആളുകൾക്ക് മനസ്സിലാവും എത്രത്തോളം സിവിയർ ആണ്. ഒന്ന് ചുമക്കുന്ന സമയത്ത്, തുമ്മുന്ന സമയത്ത് ഈ സിംറ്റംസ് എല്ലാം, ഈ ലക്ഷണങ്ങളൊക്കെ വല്ലാതെ കൂടും. അവർക്കിത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. കിടക്കുമ്പോൾ ഒന്ന് ചെരിഞ്ഞു കിടക്കാൻ സാധിക്കുന്നില്ല, കിടന്നിരുന്ന് എണീക്കാൻ സാധിക്കുന്നില്ല, ടോട്ടലി ഡിഫിക്കൽട്ട് ആണ്. ഇവിടെ സംഭവിക്കുന്ന ഷട്ട് ഡൗൺ ഓഫ് സ്പൈനൽ മസിൽസ്. ഈ ഒരു സമയത്ത് നമ്മുടെ നട്ടലിലെ പല മസിൽസും ഷട്ട് ഡൗൺ ചെയ്യപ്പെടുന്നുണ്ട്, അഥവാ അതിന്റെ ഫംഗ്ഷൻ ഇല്ലാതെയാവുന്നുണ്ട്. അപ്പൊ അതേ കൈ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ നടക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ സ്പൈനൽ മസിൽസ് പ്രോപ്പറായ സ്പൈൻ എക്സ്റ്റൻഷൻ റെഫ്യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സ്പൈൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ സമ്മതിക്കാത്തൊരവസ്ഥയിലാണ് കിടക്കുന്നത്. കാരണം ഇത് ആക്ച്വലി ചെയ്യുന്ന ബോഡി ആക്ച്വലി പ്രൊട്ടക്ടിങ് ദ നെർവ് റൂട്ടാണ്. ആ മൂവ്മെന്റ് വരുന്ന സമയത്ത് ഓൾറെഡി ഡിസ്ക് നന്നായി തള്ളി നിൽക്കുന്നുണ്ട്. അതിനൊപ്പം മൂവ്മെന്റ്സ് വരുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, അത് ആ പെയിൻ എഗ്രവേറ്റ് ചെയ്യും, ആ സിംറ്റംസ് ഒന്നുകൂടി വേഴ്സൺ ആക്കും. അതുകൊണ്ടാണ് സംഭവിക്കുന്നതല്ല. ഇവിടെ നമ്മൾ സിംറ്റംസ് കണ്ടിട്ട് സിംറ്റമാറ്റിക്കലി ട്രീറ്റ്മെന്റ് ചെയ്യരുത്. പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, പെയിന് ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട്, പെയിൻ മാനേജ്മെന്റ് അല്ലെങ്കിൽ നമ്മൾ മെഡിക്കേഷൻസ് ആണെങ്കിൽ പെയിൻ ടാർഗറ്റ് ചെയ്ത് ചെയ്യാതെ റീസണിലേക്ക് പോവാം. ഡിസ്ക് പ്ലാപ്സ് ആണ്, ഡിസ്ക് മുകളിൽ പ്രഷർ ഉണ്ട്, അത് റിലീസ് ചെയ്യണം, നെർവിന്റെ ഇറിറ്റേഷൻ കുറയ്ക്കണം. സോ പ്രൈമറി കൺസിഡറേഷൻ അവിടെ എന്ത് ചെയ്യുക, നമ്മൾ നെർവിന്റെ ഇറിറ്റേഷൻ കുറയ്ക്കുക എന്നുള്ളതാണ്.